ശ്രീ ആർ വി ബാബു, ഒരു സിനിമയല്ലേ? ഒരു സിനിമയെ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അല്ല, ഒരു സിനിമയല്ലേ? ഒരു സിനിമ എന്തിനാണ് കേരള സ്റ്റോറി വന്നപ്പോൾ പേടിച്ചത്? അത് സിനിമയായിരുന്നില്ലേ? അന്ന് ഈ സിനിമ നിരോധിക്കണം, സിനിമ കേരളത്തിൽ കളിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇന്ന് ഇത് സിനിമയല്ലേ എന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കുന്നത്. സിനിമ കണ്ടുവരുമ്പോഴാണ് നമുക്കറിയാം വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ ഏകപക്ഷീയമായിട്ട് കുറ്റക്കാരായിട്ടും അക്രമികളും ക്രൂരന്മാരായിട്ടുള്ള അക്രമികളായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ, ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുന്ന ഒരു സിനിമ, ആ സിനിമയെ എങ്ങനെയാണ് നമുക്ക് പിന്തുണയ്ക്കാൻ സാധിക്കുക? പക്ഷെ കേരള സ്റ്റോറിക്ക് പിന്നീട് ഒന്നും എഡിറ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നില്ല. കേരള സ്റ്റോറി ഈ പറഞ്ഞ വിമർശനം കൊണ്ട് എവിടെയും പ്രദർശനം മതിയാക്കേണ്ടി വന്നിട്ടില്ല. കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിട്ടിട്ടില്ല. കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർക്ക് നേരെ ഒരു ഏജൻസിയും പോയിട്ടില്ല. ഇവിടെ ആർക്കെതിരെയാണ് ഏത് ഏജൻസിയാ പോയത്? അത് ഉത്തരം പറ. അത് അല്ല, പോകുന്നാണല്ലോ പറയുന്നത്. ഇവിടെ ഏത് തരത്തിലുള്ള അക്രമമാണ് നടത്തിയത്? അല്ല, പോകുന്നത് പോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും സംഘടന ഔദ്യോഗികമായിട്ട് ഈ സിനിമ നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഈ സിനിമ ബാൻ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടോ? ഈ സിനിമ ബഹിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടോ? അതിനൊന്നും ഇല്ലേ? ഇല്ലല്ലോ. സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ അത്ര കണ്ട് കേരളത്തിൽ ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധം ഉണ്ടായ അഭിലാഷേ, നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ കഴിവുകേടാണ്. ചാവയും കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ചരിത്രത്തോടും ആനുകാലിക സംഭവങ്ങളോടും ചേർന്ന് നിൽക്കുന്നതാണ്. ചരിത്രത്തിൽ നിഷേധിക്കപ്പെടുന്ന ഒരു സംഭവവും ചാവയിൽ ചൂണ്ടിക്കാണിക്കാനില്ല. ചാവ കണ്ട ആളാണ് ഞാൻ ചാവ കണ്ട ഒരാളാ. ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചാവ ഏത് നോവലിനെ ആസ്പദമാക്കിയാണെന്ന് അറിയോ അഭിലാഷ്? എനിക്കറിയില്ല. ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഭീഷണി ഉയർത്തിയത് ഞങ്ങളല്ല. ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള തരത്തിൽ പോയി കളിക്കടാ എന്നാണ്. ഇതൊക്കെ ഞങ്ങളോടാണ് പറയുന്നത്. ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഭീഷണി ഉയർത്തിയത് അഭിലാഷ് ആരാണ്? ഞങ്ങളല്ല. ഞങ്ങളൊരു ഭീഷണി ഉയർത്തിയിട്ടില്ല. ഇപ്പൊ ഗുജറാത്തിൽ ഇങ്ങനെ ഒരു വംശഹത്യ ഞങ്ങളാണ് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ആളറിഞ്ഞ് കളിക്കടാ എന്ന് ഭീഷണി ഉയർത്തിയത് ആരാ? ആളറിഞ്ഞ് കളിക്കടാ എന്ന് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ പൃഥ്വിരാജിന്റെ കരിയറിനെയും കാലിബറിനെയും ചോദ്യം ചെയ്ത ആളുകളെ കുറിച്ചാണ്. ഇതെല്ലാം ഞങ്ങളെ കുറിച്ചാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഞാൻ പോകുന്നു. ബൈ ബൈ.